കേരളത്തിലെ വളരെ പ്രശസ്തമായ ഒരു മലമുകളിലേക്കാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. തൊടുപുഴയിൽ നിന്നും കാഞ്ഞാർ പൊളിക്കാനം വഴി 40 കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഇല്ലിക്കൽ കല്ലിൻ്റെ അടിവാരത്തു ഞങ്ങൾ എത്തിയത്. ഇതിനപ്പുറത്തേക്ക് സ്വകാര്യ വാഹനങ്ങൾ കടത്തിവിട്ടില്ല. കോട്ടയം DTPC ആണ് ഈ വിനോദസഞ്ചാര മേഖല നിയന്ത്രിക്കുന്നത്. ധാരാളം പാർക്കിംഗ് സ്പേസ് ഉള്ള ഇവിടെ വലിയ വാഹനങ്ങൾ വരെ കാണാനുണ്ടായിരുന്നു. KSRTC നടത്തുന്ന സ്പെഷ്യൽ വിനോദ പാക്കേജുകളും ഇവിടേക്ക് ലഭ്യമാണ്. ലഘുഭക്ഷണം കഴിക്കുവാനുള്ള ചെറിയ കടകളും ഇവിടെയുണ്ട്. ബ്രെഡ് ഓംലെറ്റ് ആയിരുന്നു ഞങ്ങൾ കഴിച്ചത്. ശേഷം ഒരു സോഡ നാരങ്ങ വെള്ളം കുടിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു. മൊബൈൽ കവറേജ് അധികം ഇല്ലാത്തതുകൊണ്ട് തന്നെ കയ്യിൽ അധികം ക്യാഷ് സൂക്ഷിക്കാതിരുന്നത് മണ്ടത്തരമായി. അതുകൊണ്ട് ഇനി വരാൻ ഉദ്ദേശിക്കുന്നവർ ഇതെല്ലാം ശ്രദ്ധിക്കണം. അടിവാരത്തു തന്നെ ടിക്കറ്റ് കൗണ്ടർ ലഭ്യമാണ്. ഇവിടെ നിന്ന് കുറച്ച് ദൂരം മുകളിലോട്ട് ജീപ്പ് സവാരി ആണ് ഉള്ളത്. ഞങ്ങൾ 2 പേർക്ക് 60 രൂപയാണ് ടിക്കറ്റ് ചാർജ് ആയി വാങ്ങിയത്. ഒറ്റ ജീപ്പിൽ 8 മുതൽ 10 ആളുകളെ വരെ കൊണ്ടുപോകും. പക്ഷേ ആ യാത്ര ഞങ്ങൾക്ക് അത്ര സുഖകരമായി തോന്നിയില്ല. പിന്നെ അധിക ദൂരം ഇല്ലാത്തതിനാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ അവിടെ എത്താം. നല്ല കയറ്റമായതിനാൽ വളരെ ചുരുക്കം ആളുകളെ നടന്നു കയറുന്നത് കണ്ടുള്ളൂ. ഈ ഒരു പോയിന്റ് വരെയേ ജീപ്പ് യാത്ര ഉണ്ടാവുള്ളൂ. ഇതേ ടിക്കറ്റിൽ തന്നെ നമുക്ക് ജീപ്പിൽ തിരിച്ചു വരാം. അടിവാരത്തെ പോലെ തന്നെ ഇവിടെയും 2-3 ചെറിയ കടകളുണ്ട്. നല്ല ചൂട് ഉള്ളതിനാൽ ഐസ്ക്രീം വണ്ടിയും ഇവിടെ നിലയുറപ്പിച്ചിരുന്നു. ഈ ഭാഗത്തു ടൈൽ വിരിച്ചുകൊണ്ട് നല്ല നടപ്പാത ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചിലർ ഇവിടെയാണ് കൂടുതൽ നേരവും ചിലവഴിച്ചത്. കേരളത്തിലെ മലമുകളിൽ ഇത്തരമൊരു നടപ്പാത ഞങ്ങൾക്കും അത്ഭുതമായി തോന്നി. മാത്രമല്ല ഇരുന്നു കൊണ്ട് കാഴ്ചകൾ ആസ്വദിക്കാൻ വിശാലമായ ഇരിപ്പിടങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ എല്ലാ മലയാളികളെയും പോലെ കേരളത്തിലെ ബസ് സ്റ്റോപ്പുകളിലെ ഇരിപ്പിടങ്ങളാണ് പെട്ടെന്ന് ഞങ്ങളുടെ മനസ്സിൽ വന്നത്. ഇവിടെ മാലിന്യം വലിച്ചെറിയുന്നവർക്ക് കർശന പിഴയുണ്ട്. എന്നാലും കേരളത്തിലെ മറ്റെല്ലാ ഇടത്തെയും പോലെ ചിതറിക്കിടക്കുന്ന മാലിന്യം സംസ്കരിച്ചിട്ടില്ല. ഇതിനെല്ലാം ഒരു പരിധിവരെ നമ്മൾ പൗരന്മാരും കാരണമാണ്. ഉയരത്തേക്ക് പോകും തോറും കാറ്റിൻ്റെ വേഗത വർദ്ധിക്കുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചു. മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുക്കാൻ അപ്പോൾ വളരെ ബുദ്ധിമുട്ടിയിരുന്നു. ചിലപ്പോഴെല്ലാം ഈ കാറ്റിൻ്റെ വേഗത മഴയുടെ വരവ് സൂചിപ്പിച്ചെങ്കിലും അത് ഉണ്ടായില്ല. ഈ കാണുന്നതാണ് മുകളിലെ വ്യൂ പോയിന്റിലേക്ക് നടന്നു കയറേണ്ട ഭാഗം. വലിയ ദൂരമില്ലെങ്കിലും ഈ വഴിയിലൂടെ നടക്കുന്നത് അത്ര എളുപ്പമാവില്ലെന്നു ഞങ്ങൾക്ക് തോന്നി. പ്രായഭേദ്യമെന്നേ എല്ലാവരും സാഹസികമായി കയറുന്നത് ഞങ്ങൾക്ക് കാണാമായിരുന്നു. യാത്ര സൗകര്യപ്രദമാക്കാൻ ഇരുവശങ്ങളിലും ഹാൻഡ് റെയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. തുടർന്ന് ഞങ്ങളും മുകളിലേക്ക് കയറാൻ തുടങ്ങി. ഹാൻഡ് റെയിലിൻ്റെ സഹായത്തോടെ വളരെ ശ്രദ്ധിച്ചാണ് ഞങ്ങൾ ഓരോ ഭാഗവും കയറിയത്. ചെരുപ്പ് ധരിച്ചിട്ടുള്ളവർ ഇവിടെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ കുട്ടികളെ കൈപിടിക്കാതെ കയറ്റുന്നതും അപകടമാണ്. മാത്രമല്ല ആവശ്യത്തിന് വെള്ളം കയ്യിൽ കരുതുകയും വേണം. പലരും കയറാൻ സാധിക്കാതെ തിരിച്ചു പോകുന്നതും ഞങ്ങൾക്ക് കാണാനിടയായി. നല്ല ചൂടായിരുന്നു പലരെയും ഇങ്ങനെ പിന്തിരിപ്പിച്ചത്. തിരിച്ചിറങ്ങാൻ ഭയമുള്ളതുകൊണ്ട് കയറാതെ താഴെയുള്ള വ്യൂ പോയിന്റിൽ ഇരിക്കുന്നവരുമുണ്ട്. ഇടയ്ക്കൊക്കെ ഞാൻ യാത്ര നിർത്തി പിറകിലോട്ട് നോക്കാൻ ശ്രമിച്ചു. അപ്പോൾ കാഴ്ചയിലുണ്ടാകുന്ന മാറ്റം വളരെ അത്ഭുതം നിറഞ്ഞതായിരുന്നു. ആദ്യത്തെ വ്യൂ പോയിന്റിൻ്റെ ദൂരദൃശ്യം ഇവിടുന്ന് കാണാൻ സാധിച്ചു. എന്നാലും ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നത് ചില ആളുകളിൽ പേടി ഉണ്ടാക്കും. അങ്ങനെ കുറച്ച് സമയമെടുത്തിട്ടാണെങ്കിലും മുകളിലത്തെ വ്യൂ പോയിന്റിൽ എത്തി. ഞങ്ങൾ ഉൾപ്പെടെ പലരും ക്ഷീണം കൊണ്ട് കിതയ്ക്കുന്നു ശബ്ദം അവിടെ കേൾക്കാമായിരുന്നു. വൈകാതെ തന്നെ എല്ലാവരും ക്യാമറയും ഫോണും ഒക്കെ എടുത്ത് ചിത്രങ്ങൾ പകർത്താൻ തുടങ്ങി. പക്ഷേ വ്യൂ പോയിന്റിൻ്റെ സ്ഥലപരിമിതി ചെറിയ അസൗകര്യമുണ്ടാക്കി. ഇവിടെ നിന്നാണ് ഇല്ലിക്കൽ കല്ലിൻ്റെ മനോഹര ചിത്രം ദൃശ്യമായത്. കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ കുന്നാണ് ഇല്ലിക്കൽ മലയുടെ മുകളിൽ നിൽക്കുന്ന ഈ മനോഹരമായ പാറസ്തംഭം മറ്റ് 2 കുന്നുകൾ ചേർന്ന് നിർമ്മിച്ച കൂറ്റൻ പാറക്കൂട്ടത്തിൻ്റെ ഭാഗമാണ്. കുടക്കല്ല്, കൂനൻകല്ല് എന്നിങ്ങനെയാണ് ഈ 2 കുന്നുകളുടെയും പേരുകൾ. മഞ്ഞുള്ള സമയങ്ങളിലാണ് ഇവിടം കൂടുതൽ മനോഹരമായി കാണാൻ സാധിക്കുന്നത്. മുകളിലെ വ്യൂ പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ ചുറ്റും കാണുന്ന കുന്നുകളുടെ ദൃശ്യഭംഗി ഞങ്ങൾ ഇനി ഒരിക്കലും മറക്കാനിടയില്ല. അത്രക്കും നല്ല അനുഭവമാണ് അത്.
കൂടാതെ ചുറ്റും പറക്കുന്ന തുമ്പിക്കൂട്ടങ്ങൾ ഇതിനെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുന്നു. ഇതിനുശേഷം ഞങ്ങൾ തിരിച്ചിറങ്ങാൻ തീരുമാനിച്ചു. കയറുന്നത് പോലെ അത്ര എളുപ്പമല്ല ഇറങ്ങുന്നതെങ്കിലും ഞങ്ങൾ വളരെ ശ്രദ്ധിച്ച് ആദ്യ വ്യൂ പോയിന്റിൽ തിരിച്ചെത്തി. മുകളിലേക്ക് കയറുന്നതിന് മുൻപ് തന്നെ ഇവിടെ നിന്നും മറ്റൊരു ചെറിയ വഴി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതുകൊണ്ട് അവിടേക്കും കൂടി പോയി നോക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ചെറിയ പാറക്കല്ലുകൾ കിടക്കുന്ന കുന്നിൻ്റെ മറ്റൊരു ഭാഗമായിരുന്നു അത്. വിനോദസഞ്ചാരത്തിൻ്റെ ഭാഗമായി അധികമാരും ഇവിടെ സന്ദർശിച്ചിട്ടില്ലെന്നു ഞങ്ങൾക്ക് തോന്നി. ഇവിടെ നിന്ന് ഇല്ലിക്കൽ കല്ലിൻ്റെ വിദൂര ദൃശ്യം കാണാൻ സാധിക്കും. ദൂരെ അടുത്ത ഒരു കുന്നിൻ്റെ വശത്തേക്കുള്ള വഴി ഞങ്ങൾ ശ്രദ്ധിച്ചു. എന്നാൽ ചൂടും സമയക്കുറവും കാരണം ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. എല്ലാവരും ഒരിക്കലെങ്കിലും ഇവിടെ വന്നു ഈ കാഴ്ചകൾ ആസ്വദിക്കണമെന്നു ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പക്ഷേ മഞ്ഞുള്ള സമയങ്ങളിൽ വരാൻ നോക്കുക. അതുപോലെ കാലാവസ്ഥ മോശമാണെങ്കിൽ ഇവിടേക്ക് പ്രവേശനം അനുവദിക്കില്ല എന്നതും ഓർക്കേണ്ടതാണ്. വൈകിട്ട് 4 മണിയോടെ ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു. ഇല്ലിക്കൽ കല്ലിൻ്റെ അടിവാരത്തുനിന്ന് വെറും 2 കിലോമീറ്ററിൽ താഴെ ദൂരത്തു സ്ഥിതി ചെയ്യുന്ന കട്ടകയം വെള്ളച്ചാട്ടത്തിലേക്കാണ് ഞങ്ങൾ നേരെ പോയത്. പുലിമുരുകൻ എന്ന സിനിമയിലെ പ്രശസ്തമായ ഡയലോഗ് പോലെ കേട്ടറിവിനേക്കാൾ മനോഹരമായിരുന്നു ഈ വെള്ളച്ചാട്ടം. ഏകദേശം 30 മീറ്റർ ഉയരമുണ്ട് ഇതിന്. പാറക്കെട്ടുകൾക്കിടയിലായതുകൊണ്ട് വെളിച്ചം കുറവാണ്. ഇവിടേക്കിറങ്ങുന്ന വഴി കുറച്ച് പ്രയാസമേറിയതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് എത്തിപ്പെടാൻ ഏറെ കഷ്ടപ്പെട്ടു. ഞങ്ങൾ വന്നപ്പോൾ തന്നെ കുറേ ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. പലർക്കും മികച്ച ഫോട്ടോ എടുക്കലായിരുന്നു ലക്ഷ്യം. വെള്ളച്ചാട്ടത്തിൻ്റെ മറ്റേ അറ്റം താഴ്ന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചായിരുന്നു എല്ലാവരും സമയം ചിലവഴിച്ചിരുന്നത്. വെള്ളച്ചാട്ടം ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെയുള്ള അന്തരീക്ഷം വളരെ തണുത്തതായിരുന്നു. മാത്രമല്ല മരങ്ങളുടെ തണൽ കാരണം ഇത് കൂടുതലായി അനുഭവപ്പെട്ടിരുന്നു. നീന്തൽ വളരെ ഇഷ്ടമുള്ളതിനാൽ അധികം വൈകാതെ ഞാൻ വെള്ളത്തിലേക്കിറങ്ങി. കാൽ വെച്ചപ്പോൾ തന്നെ വെള്ളത്തിൻ്റെ തണുപ്പ് ശരീരം മുഴുവൻ വ്യാപിച്ചു. പാറക്കെട്ടുകളിൽ നല്ല രീതിയിൽ വഴുക്കൽ ഉള്ളതിനാൽ സമയമെടുത്താണ് ഞാൻ മുന്നോട്ട് പോയത്. ആ വെള്ളത്തിൽ ഒന്ന് മുങ്ങി പൊങ്ങിയപ്പോൾ തന്നെ മനസ്സിന് ഒരു കുളിർമ ലഭിച്ചു. അപകടം ഒഴിവാക്കാൻ ഞാൻ വെള്ളം വീഴുന്ന ഭാഗത്തേക്ക് നീന്താൻ ശ്രമിച്ചില്ല. ഒഴുകുന്ന വെള്ളമായതിനാൽ തന്നെ നല്ല വൃത്തിയുണ്ടായിരുന്നു. ചെറിയ തോതിൽ പ്ലാസ്റ്റിക് വേസ്റ്റ് പലയിടത്തും കാണാമായിരുന്നു. ഇവിടേക്കെത്തിയ പലരും മണിക്കൂറുകളാണ് ചിലവഴിച്ചത്. എല്ലാവരുടെയും മുഖത്തു നിറഞ്ഞ സന്തോഷം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചു. ഞങ്ങൾക്കും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ കണ്ട ഏറ്റവും നല്ല വെള്ളച്ചാട്ടത്തിലൊന്നാണ് ഇത് എന്ന് എനിക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ഇതിനോട് ചേർന്ന് തന്നെ ഒരു ഹോം സ്റ്റേയും വിശാലമായ പാർക്കിംഗ് സൗകര്യവും ലഭ്യമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അഭിപ്രായം രേഖപ്പെടുത്തൂ.